അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമളാനിലെ കാരുണ്യത്തിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കരുണയാണ് ജീവിതത്തിൻ്റെ ആധാരമെന്നും അള്ളാഹുവിൻ്റെ കാരുണ്യം അതൊന്നുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ നിലനിൽക്കുന്നതെന്നും വിശ്വാസികൾ തിരിച്ചറിയുന്ന അനുഗ്രഹീതമായ ഒരനുഭവ കാലമാണ് വിശുദ്ധ റമളാൻ എന്ന് പറയുന്നത്. റമളാനിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് തന്നെ മഹിതമായ ഒരു മൂല്യത്തിലേക്ക് നടന്നെടുക്കാൻ അവന് കരുത്തു പകരുന്ന ധന്യമായ ദിനരാത്രങ്ങൾ എന്ന നിലയിലാണ്. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. മുൻകഴിഞ്ഞു പോയ ജനതതികൾക്കെല്ലാം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ലക്ഷ്യമൊന്നു മാത്രമാണ്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടിയാണ്. തഖ്വ എന്ന വിശാലമായ ലക്ഷ്യമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായി പരിചയപ്പെടുത്തുന്നത്. തഖ്വയുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുക എന്നാണ് അർത്ഥം. പ്രവാചകർ തൻ്റെ ഹൃദയത്തിലേക്ക് ചൂണ്ടി അത്തഖ്വ ഹാഹുന എന്ന് പരിചയപ്പെടുത്തിയത് കാണാം. ഇവിടം തന്നെയാണ് തഖ്വ. നല്ല ചിന്തകളിലൂടെ മികച്ച പ്രവർത്തികളിലേക്ക്, സുഹൃതമുള്ള വികാരങ്ങളിലൂടെ ഹൃദയഭേദകമായ ബന്ധങ്ങളിലേക്ക്, അങ്ങനെ നന്മയുള്ള വികാരവും വിചാരവും ചിന്തയും ആലോചനയുമെല്ലാം നിറച്ചുവെച്ച മനസ്സിൽ നിന്ന് ശുഭകരമായ പ്രവർത്തികൾ ഉടലെടുക്കുമെന്ന് പറയുന്നത് പോലെ നല്ല മനുഷ്യരാകുക എന്നതാണ് തഖ്വയുടെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത്. അത്തരം തഖ്വയുള്ളവരെയാണ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് അവരെ എന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ മനുഷ്യർക്കിടയിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ, വൈവിധ്യങ്ങൾ മനുഷ്യർക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളൊന്നും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നേയില്ല. പണമാവട്ടെ, പത്രാസാവട്ടെ, പ്രതാപമാകട്ടെ, ഒന്നുമില്ല. ഇന്ന അക്രമക്കും, നിങ്ങളിൽ ഏറ്റവും വിശിഷ്ടരായ മനുഷ്യർ ആരാണെന്നറിയാമോ? അത് ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിൻ്റെ അടുത്ത് തഖ്വയിൽ മികച്ചു നിൽക്കുന്നവരാണ് അവൻ ഏറ്റവും പ്രിയപ്പെട്ടവർ. അഥവാ മനുഷ്യർക്കിടയിലെ ഉത്കൃഷ്ടത എന്ന് പറയുന്നത് തഖ്വയിലെ അവരുടെ ഔന്നത്യമാണ്. തഖ്വയുള്ളവരാകുക എന്നതിനേക്കാൾ വലിയ നന്മ ജീവിതത്തിലില്ല എന്നർത്ഥം. അത് നേടിയെടുക്കാനാവത്തെ വിശുദ്ധ റമളാനിലെ വ്രതാനുഷ്ഠാനം പോലെ മറ്റൊരവസരമില്ലതാനും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.